അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വൻ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ 5 പ്രമുഖ അയൽ രാജ്യങ്ങൾക്കെതിരെ കടുത്ത നിലപാടുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. മേഖലയിലെ സംഘർഷങ്ങൾക്കിടെ അന്താരാഷ്ട്ര ബാധ്യതകൾ ലംഘിച്ചു എന്നാരോപിച്ചാണ് സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, ബഹ്റൈൻ, ജോർദാൻ എന്നീ രാജ്യങ്ങളോട് ഇറാൻ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇറാന്റെ ഈ അപ്രതീക്ഷിത നീക്കം കേവലം ഒരു സാമ്പത്തിക ആവശ്യം എന്നതിലുപരി മേഖലയിലെ നിലവിലെ നയതന്ത്ര ബന്ധങ്ങളെ കീഴ്മേൽ മറിക്കാൻ പോന്ന ഒന്നാണ്. ഐക്യരാഷ്ട്രസഭയിലെ ഇറാന്റെ പ്രതിനിധി ഉന്നയിച്ച ഈ വാദങ്ങൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. യുദ്ധകാലത്ത് ഈ രാജ്യങ്ങൾ സ്വീകരിച്ച നിലപാടുകൾ ഇറാന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചുവെന്നാണ് ടെഹ്റാൻ ആരോപിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഈ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ഇറാൻ വാദിക്കുന്നുണ്ട്. സംഘർഷ സമയത്ത് ഈ അയൽ രാജ്യങ്ങൾ ഇറാന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നും ഇത് രാജ്യത്തിന്റെ സാമ്പത്തികവും സൈനികവുമായ സുരക്ഷയെ ബാധിച്ചുവെന്നുമാണ് അവരുടെ ഔദ്യോഗിക നിലപാട്. ഈ നഷ്ടങ്ങൾ നികത്താൻ നിയമപരമായ ബാധ്യത ഈ രാജ്യങ്ങൾക്കുണ്ടെന്നും ഇറാൻ പ്രഖ്യാപിച്ചു. എന്നാൽ ഇറാന്റെ ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന സമീപനമാണ് ആരോപണ വിധേയരായ രാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ പ്രവർത്തനങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറുകൾക്ക് വിരുദ്ധമാണെന്നും മേഖലയിലെ അസ്ഥിരതയ്ക്ക് കാരണം ഇറാന്റെ ഇടപെടലുകളാണെന്നും അവർ നേരത്തെ തന്നെ കുറ്റപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ നഷ്ടപരിഹാരം എന്ന ഇറാന്റെ ആവശ്യം വലിയൊരു നയതന്ത്ര യുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഈ നീക്കം. സൗദി അറേബ്യയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ ഇത്തരമൊരു അന്ത്യശാസനം നൽകുന്നതിലൂടെ മേഖലയിലെ സഖ്യകക്ഷികൾക്കിടയിൽ കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ ഇറാൻ ശ്രമിക്കുന്നതായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അമേരിക്കയുടെ സഖ്യകക്ഷികളായ ഈ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രം ഇതിന് പിന്നിലുണ്ടെന്ന് കരുതപ്പെടുന്നു. വാർത്താ ചാനലുകൾക്കും അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കും വലിയൊരു ചർച്ചാ വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക മേഖലയെയും സുരക്ഷാ സഹകരണത്തെയും ഈ തർക്കം എങ്ങനെ ബാധിക്കുമെന്നത് ഗൗരവകരമായ വിഷയമാണ്. ഇറാൻ ഉന്നയിക്കുന്ന നഷ്ടപരിഹാര തുകയുടെ വലുപ്പമോ അതിന്റെ നിയമപരമായ അടിസ്ഥാനമോ ഇനിയും വ്യക്തമല്ലെങ്കിലും ഇതൊരു രാഷ്ട്രീയ ആയുധമായാണ് ഉപയോഗിക്കപ്പെടുന്നത്. യുദ്ധകാലത്തെ നാശനഷ്ടങ്ങൾ കണക്കാക്കുമ്പോൾ അത് കേവലം ഭൗതികമായ തകർച്ചകൾ മാത്രമല്ലെന്നും രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും ഇറാൻ വാദിക്കുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതികളെ സമീപിക്കാൻ പോലും ഇറാൻ തയ്യാറെടുക്കുന്നുവെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇത് നിയമപരമായ ഒരു വലിയ പോരാട്ടത്തിന് കളമൊരുക്കും. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ ശക്തികൾ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. സൗദി അറേബ്യയും UAEയും തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനിടെ ഇറാന്റെ ഈ നീക്കം അവരെ കൂടുതൽ ജാഗരൂകരാക്കും. ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന രാജ്യങ്ങളെ പോലും ഈ അന്ത്യശാസനം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മേഖലയിലെ പ്രമുഖ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ചേരിതിരിവ് എണ്ണ വിപണിയെയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പേർഷ്യൻ ഗൾഫിലെ ചരക്ക് നീക്കത്തെയും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സമുദ്ര അതിർത്തി തർക്കങ്ങളെയും ഇത് സങ്കീർണമാക്കും. സമാധാനപരമായ ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ട വിഷയങ്ങൾ ഇപ്പോൾ നഷ്ടപരിഹാരത്തിന്റെ പേരിൽ പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇറാൻ പ്രതിനിധിയുടെ പ്രസ്താവന പ്രകാരം ഈ രാജ്യങ്ങൾ യുദ്ധകാലത്ത് നൽകിയ സൈനികവും സാങ്കേതികവുമായ പിന്തുണ ഇറാന്റെ പ്രതിരോധത്തെ ദുർബലപ്പെടുത്തിയെന്നാണ് ആരോപണം. ജോർദാൻ പോലുള്ള രാജ്യങ്ങൾ വ്യോമയാന മേഖലയിൽ നൽകിയ നിയന്ത്രണങ്ങളും ഇറാന്റെ ആക്രോശത്തിന് കാരണമായിട്ടുണ്ട്. ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായ കുറ്റപത്രമാണ് ഇറാൻ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ നീക്കം മിഡിൽ ഈസ്റ്റിലെ ഭൗമ രാഷ്ട്രീയത്തിൽ വൻ മാറ്റങ്ങൾ കൊണ്ടുവരും. ഖത്തർ പോലുള്ള രാജ്യങ്ങൾ സാധാരണയായി ഇറാനും മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കുമിടയിൽ ഒരു മധ്യസ്ഥന്റെ റോളാണ് വഹിക്കാറുള്ളത്. എന്നാൽ അവർക്കെതിരെയും ഇറാൻ തിരിഞ്ഞത് മേഖലയിലെ അവസാനത്തെ നയതന്ത്ര പാലങ്ങളും തകരുന്നതിന് തെളിവായി ചിലർ കാണുന്നു. അറബ് രാജ്യങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ ശ്രമിക്കുന്ന GCC പോലുള്ള സംഘടനകൾക്ക് ഇറാന്റെ ഈ വെല്ലുവിളി വലിയൊരു പരീക്ഷണമാണ്. തങ്ങളുടെ അംഗരാജ്യങ്ങളെ സംരക്ഷിക്കാൻ ഈ സംഘടനകൾ എപ്രകാരം ഇടപെടുമെന്നത് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. സൗദിയും ഖത്തറും തങ്ങളുടെ ആഭ്യന്തര സുരക്ഷാ നയങ്ങളിൽ കാതലായ മാറ്റം വരുത്താൻ ഈ സാഹചര്യം കാരണമായേക്കാം. ഈ തർക്കം യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭീതിയും ജനങ്ങൾക്കിടയിലുണ്ട്. ഭീഷണിപ്പെടുത്തലുകളും അന്ത്യശാസനങ്ങളും തുടർക്കഥയാകുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. ഇറാൻ നൽകുന്ന ഈ മുന്നറിയിപ്പ് ഒരു സൈനിക നീക്കത്തിനുള്ള മുന്നോടിയാണോ അതോ വെറും സമ്മർദ്ദ തന്ത്രമാണോ എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാകൂ.
ആഗോള രാഷ്ട്രീയത്തിലെ ഈ പുതിയ ധ്രുവീകരണം സമാധാനത്തിനുള്ള എല്ലാ വാതിലുകളും അടയ്ക്കുന്ന രീതിയിലാണ് നീങ്ങുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കണ്ടറിയണം. ഇരു വിഭാഗവും തങ്ങളുടെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതോടെ മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു വലിയ പ്രതിസന്ധിയുടെ നിഴലിലായിരിക്കുകയാണ്.